നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ബിജെപിയുടെ വിജയം, ആ വിജയം വലിയ പ്രതീക്ഷയാണ് ബിജെപിക്ക് നൽകുന്നത്. വലിയ വിജയമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മത്സരിച്ച ഏതാണ്ട് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനും മൊത്തത്തിൽ 20% എത്താനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബിജെപി നേതാക്കൾ പറയുന്നത്. അത് ഏതാണ്ടൊക്കെ ശരി തന്നെയുമാണ്. ഏതായാലും ബിജെപിക്ക് കേരളത്തിലും വേരുറപ്പിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്ന, അതിന് സാധ്യതയുണ്ട് എന്ന് കൂടി തെളിയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ വിജയത്തെ ഇപ്പോൾ കുറച്ച് കാണിക്കുകയാണ് മാധ്യമങ്ങളും ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ചേർന്ന്. പരസ്പരം വോട്ട് വിറ്റു എന്ന ആരോപണം, അല്ലെങ്കിൽ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്തു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് അതിനെ കുറച്ച് കാണിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഏതാണ്ട് 3/4 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ മാധ്യമങ്ങളടക്കം പറയുന്ന ചോദ്യം, സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായി കിട്ടിയ വോട്ടുകൾ, അല്ലെങ്കിൽ സുരേഷ് ഗോപി സിനിമാ നടനായി കിട്ടിയ, അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോട്ടുകൾ എന്നൊക്കെയാണ്. അതൊക്കെ സുരേഷ് ഗോപിക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കിയിട്ടുണ്ടത് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ നേരത്തെയും 2 തെരഞ്ഞെടുപ്പുകളിൽ സുരേഷ് ഗോപി മത്സരിച്ചതാണ്. അന്നൊന്നും സുരേഷ് ഗോപി സിനിമാ നടനായിരുന്നില്ലേ? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളായിരുന്നില്ലേ? വ്യക്തിപരമായി മികച്ച മനുഷ്യനായിരുന്നില്ലേ? സുരേഷ് ഗോപി അന്നും ഇന്നും ഇതൊക്കെ തന്നെയാണ്. പക്ഷേ സംസ്ഥാന തലത്തിലും ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം, ബിജെപിയുടെ സംഘടനാ സംവിധാനത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു പുതിയ സംഘടനാ സെക്രട്ടറി കേരളത്തിലെത്തിയിരിക്കുന്നു. ആ സംഘടനാ സെക്രട്ടറി എല്ലാ പഴയകാല പ്രവർത്തകരെയും നേരിൽ കാണുകയും അവരെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് അച്ചിലിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, തൃശ്ശൂരെ ജില്ലാ നേതൃത്വം അതുപോലെ തന്നെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ സംഘടനാ സംവിധാനത്തോടെ ബിജെപി വളരെ സുശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തെ പരാജയത്തിന്റെ കാര്യമാണെങ്കിലും ഒരു വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ച് കൃത്യമായി ഒന്നും ചെയ്തില്ലെങ്കിൽ, അവർക്കൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യും എന്ന തരത്തിലുള്ള ഒരു വിഭാഗം ജനങ്ങൾ, ആ ജനങ്ങൾ ഒരുമിച്ച് വോട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടതെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, എത്രയധികം വിഷമത്തിലായാലും, എത്രയധികം ദുരിതം അവർ അനുഭവിച്ചാലും, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ ഏത് കൈപ്പത്തി ചിഹ്നം കണ്ടാൽ അവിടേക്ക് കുത്തുക പതിവാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർ, പ്രത്യേകിച്ച് അത് ചില പള്ളികളിൽ നിന്ന് നടത്തുന്ന ഇടയലേഖനങ്ങൾ, ചില അച്ഛന്മാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവരെ ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടിച്ചേരുമ്പോഴാണ് തിരുവനന്തപുരത്ത് അത്തരത്തിലൊരു പരാജയമുണ്ടായത്. എങ്കിൽ പോലും 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞിട്ടുണ്ട്. അതും വളരെ ചെറിയ മാർജിനിൽ മാത്രമാണ് ശശി തരൂർ ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കഴിഞ്ഞ 15 വർഷമായി ശശി തരൂർ കേരളത്തിന്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്, അല്ലെങ്കിൽ കടലിന്റെ മക്കൾക്ക് സംഭാവന ചെയ്യാത്തതൊന്നും ഇനിയും സംഭാവന ചെയ്യാൻ പോകുന്നുമില്ല. അതൊട്ട് നടക്കുന്ന കാര്യവുമല്ല. കടലിന്റെ മക്കൾ അവരുടെ ദുരിതങ്ങൾ, പൊഴിയൂരിലടക്കം അവരുടെ ദുരിതങ്ങൾ രാജീവ് ചന്ദ്രശേഖറോട് വിവരിച്ച് പറയുമ്പോൾ എന്തിനാണ് അവർ രാജീവ് ചന്ദ്രശേഖറോട് ഇതൊക്കെ വിവരിച്ചു പറയുന്നത്? നിങ്ങൾക്ക് സ്വന്തമായി 20 വർഷം ആയി, 16ാമത്തെ വർഷമാണ്. നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിങ്ങളുടെ MP-യോട് വേണം നിങ്ങൾ കാര്യങ്ങൾ പറയാൻ, നിങ്ങൾ കാര്യങ്ങൾ നേടിയെടുക്കാൻ. ഇനിയും അങ്ങനെ തന്നെയാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബിജെപിക്ക് ശക്തമായ അടിത്തറ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി പ്രവർത്തിക്കേണ്ടത് ജനങ്ങളാണ്. ബിജെപിയുടെ അണികൾ വളരെ കൃത്യമായി പ്രവർത്തിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിൽ മാറ്റമുണ്ടാക്കാൻ കേരളത്തിന് കഴിയും. പണ്ട് കേരളത്തിലൊരു അയിത്തം ഉണ്ടായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനവും ഒക്കെ പറഞ്ഞുണ്ടാക്കിയ ചില അയിത്തങ്ങൾ, അത് ബിജെപിയോട് ഉണ്ടായിരുന്നു. എന്നാൽ അതല്ല ബിജെപി, ഈ പറയുന്നതൊക്കെ വ്യാജമാണ് എന്ന് മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിജെപിക്ക് ശക്തമായ അടിത്തറ എല്ലാ സ്ഥലത്തുമുണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും തിളക്കമാർന്ന വിജയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഹൈബിയുടെ 1 ലക്ഷം വോട്ടിന് മുകളിൽ കിട്ടി, 1 ലക്ഷം വോട്ടിന് മുകളിൽ കിട്ടിയ 4ഓളം സ്ഥാനാർത്ഥികളുണ്ട്, ഒക്കെ ശരി തന്നെ, 4ഓളം MP-മാരുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ ഇതിലെ ഏറ്റവും തിളക്കമാർന്ന വിജയം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ വിജയം തന്നെയാണ്. കാരണം ഏറ്റവും ശക്തരായ 2 സ്ഥാനാർത്ഥികളോട് ഏറ്റുമുട്ടി കെ മുരളീധരൻ, കോൺഗ്രസിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളായ കെ മുരളീധരനോടും, അതുപോലെ തന്നെ തൃശ്ശൂരിന്റെ സ്പന്ദനമറിയുന്ന തൃശ്ശൂരുകാരുടെ, അവർ സുനിലേട്ടൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്, അത്രയേറെ ജനകീയനായ VS സുനിൽകുമാറിനോടും ഏറ്റുമുട്ടി 70,000 വോട്ടിന് സുരേഷ് ഗോപി വിജയിക്കണമെങ്കിൽ
അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവത്തിനൊപ്പം പാർട്ടിയുടെ ശക്തമായ പ്രവർത്തനം ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ആ ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന ഫാക്ടർ ബി ജെ പിയോടുള്ള ഐത്തം ജനങ്ങൾക്ക് മാറിയിരിക്കുന്നു എന്നതിൻ്റെയൊക്കെ സൂചനകളായി തന്നെ വേണം നമുക്ക് കാണാൻ. അല്ലാതെ സുരേഷ് ഗോപി ഒരു സിനിമാക്കാരനായതുകൊണ്ട് മാത്രം വിജയിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സുരേഷ് ഗോപി എന്നും സിനിമാക്കാരൻ തന്നെയായിരുന്നു. അങ്ങനെയെങ്കിൽ മുകേഷ് കൊല്ലത്ത് ജയിക്കേണ്ടതാണ്. പ്രേമചന്ദ്രൻ മിന്നുന്ന വിജയമാണ് അവിടെ കാഴ്ചവെച്ചത്. അങ്ങനെ നേരത്തെ മുരളി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന ആളാണ്. അവരൊക്കെ സിനിമാക്കാരായിരുന്നു. ഇന്നസെന്റ് മാത്രമാണ് അതിന് അപവാദമായി ജയിച്ചു കയറിയത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തമിഴ്നാട്ടിലെ ഒരു കൾച്ചർ വലുതായി കേരളത്തിലില്ല. സിനിമാക്കാരെ വിജയിപ്പിക്കുന്ന പാരമ്പര്യം അങ്ങനെയൊന്നും കേരളത്തിലില്ല. പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സിനിമാക്കാരൻ എന്നതിലുപരി നല്ല മനുഷ്യസ്നേഹിയും ഇപ്പോൾ അദ്ദേഹം കറകളഞ്ഞ ബി ജെ പിക്കാരനുമാണെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ഇതിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കാനുള്ളത് സുരേഷ് ഗോപിയെ വേട്ടയാടിയവർക്ക് കൂടിയുള്ള വിജയം കൂടിയാണ്. സുരേഷ് ഗോപി അനാവശ്യമായി സ്ത്രീ പ്രശ്നം ഉയർത്തിക്കാട്ടി. സുരേഷ് ഗോപി എങ്ങനെയുള്ള ആളാണെന്ന് കേരളീയ പൊതുസമൂഹത്തിന് നന്നായി അറിയാം. സ്ത്രീകളെ അത്രയേറെ ബഹുമാനിക്കുന്ന അദ്ദേഹത്തെ പീഡന കേസിൽ പെടുത്താൻ കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയനും അതുപോലെ തന്നെ മാധ്യമത്തിന്റെ അല്ലെങ്കിൽ മീഡിയ വണ്ണും ഒക്കെ ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഈ വിജയം യഥാർത്ഥത്തിൽ മീഡിയ വണ്ണിനും അതുപോലെ തന്നെ പത്രപ്രവർത്തക യൂണിയനും കൂടി അവകാശപ്പെട്ടതാണ്. ഒരു വ്യക്തിയെ ഒരു കാരണവും കൂടാതെ സ്ഥിരമായി അപമാനിക്കുകയും അതിക്രമിക്കുകയും ചെയ്തത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടു നിൽക്കില്ല. അത് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ആ പൊതുസമൂഹം സുരേഷ് ഗോപിക്ക് അനുകൂലമായി ചിന്തിക്കാനുള്ള കാരണവും അതുതന്നെയാണ്. അതും കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉരുട്ടിക്കുഴച്ച മണ്ണെന്ന് അവർ പറയുന്ന അവിടെ വിജയം നേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സുരേഷ് ഗോപി നേടിയ തിളക്കമാർന്ന വിജയം അത് ബി ജെ പിയിലെ മറ്റെല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഇനിയും ബി ജെ പിക്ക് സാധ്യതകളുണ്ട് കേരളത്തിൽ നിന്ന് തെളിയിക്കുന്ന വിജയം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.